Savanya Miss ആണ്. അപ്പൊ ക്ലാസ് 8 ബയോളജിന്റെ സെക്കൻഡ് ചാപ്റ്റർ ബയോളജിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ ജീവന്റെ ഉത്ഭവം ജീവികളുടെയും അല്ലെ ഒറിജിൻ ഓഫ് ലൈഫ് ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ മിസ് വെറും 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പോവാണ്. നിങ്ങളോട് ആദ്യ ഒരു കാര്യം പറയട്ടെ, മിസ് ഫോക്കസ് ഏരിയ അതായത് നമുക്ക് പ്രിഡിക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നിങ്ങൾ വിചാരിക്കണം ഇതിൽ കുറെ ടോപ്പിക്സും ഉണ്ടല്ലോ, കുറെ ടോപ്പിക്സ് പഠിക്കാനുണ്ടല്ലോ, ആകെ ചെറിയ ചാപ്റ്റർ. ആ ചെറിയ ചാപ്റ്ററിന് ഇത്രക്കും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏകദേശ ടോപ്പിക്കും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം, അതുപോലെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നുള്ളത് മിസ് മുന്നേ ആപ്പിലെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നുള്ളത് എന്നുള്ള കാര്യമാണ് മിസ് എന്ത് ചെയ്യുക ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കി തരാം. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ എന്ത് ചെയ്തോ, ജസ്റ്റ് നിങ്ങൾ സെറ്റ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് തിയറി അല്ലെ, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ജീവന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളെ തിയറീസ് ഓൺ ദി ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെ. ജീവൻ ഉത്ഭവിക്കാൻ കാരണമായ 2 സിദ്ധാന്തങ്ങളാണ്, ഒന്ന് പാൻസ്പെർമിയ തിയറിയും ഒന്ന് കെമിക്കൽ ഇവല്യൂഷൻ തിയറിയും. അതായത് ഒന്ന് പാൻസ്പെർമിയ സിദ്ധാന്തവും ഒന്ന് രാസപരിണാമ സിദ്ധാന്തം. ആദ്യം എന്താണ് പാൻസ്പെർമിയ തിയറി എന്ന് നിങ്ങൾ പഠിക്കണം. അതായത് ജീവൻ ഉണ്ടായത് നമ്മളെ ഭൂമിയിലല്ല, മറ്റേതോ ഗ്രഹങ്ങളിൽ ഉണ്ടായിട്ട് ഉൽക്കകളായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സൂക്ഷ്മ കണികകളായിട്ടോ ബൈ ആക്സിഡന്റലി, അതായത് എങ്ങനെയോ വന്ന് നമ്മളെ ഭൂമിയിലേക്ക് വന്ന് പതിച്ചതാണ് എന്നാണ് ആര് പറയുന്നത്, പാൻസ്പെർമിയ സിദ്ധാന്തം അല്ലെങ്കിൽ പാൻസ്പെർമിയ തിയറി പറയുന്നത്. ഇതിൽ തന്നെ ഇതിന്റെ പുറകെ കുറെ ശാസ്ത്രജ്ഞന്മാർ പോയി, അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു എവിഡൻസും ഒരു പ്രൂഫും കിട്ടിയില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു, ഇതങ്ങ് തള്ളിക്കള, ഇതെന്തേണ്ട നമ്മൾ വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ രണ്ടാമതായിട്ടുള്ള കെമിക്കൽ ഇവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് രാസപരിണാമ സിദ്ധാന്തം? അതായത് മക്കളെ, നമ്മളെ ജീവൻ ഉണ്ടായത് നമ്മളെ ഇവിടെയുള്ള കുറെ അധികം നിങ്ങൾക്കറിയാം സീ അല്ലെങ്കിൽ സമുദ്രം അല്ലെ, ഇവിടെയുള്ള സമുദ്രത്തിൽ കുറെ അധികം എന്തുണ്ടാകും, കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉണ്ടാകും. അതൊക്കെ കൂടി ചേർന്നിട്ട് കുറെ കാലം കൊണ്ട് അതിന് കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് അവിടെ ഒരു പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമ കോശം ഉണ്ടായതെന്നാണ് ഈ കെമിക്കൽ ഇവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം പറയുന്നത്. അപ്പോ ഇതിന്റെ പുറകെയും കുറെ സയന്റിസ്റ്റുകൾ പോയി. എന്നിട്ടോ അവർക്ക് വേണ്ടതായിട്ടുള്ള കുറെ അധികം എവിഡൻസും കിട്ടി, കുറെ അധികം പ്രൂഫ് കിട്ടി. അപ്പൊ നമ്മളോട് എന്ത് പറഞ്ഞു, രാസപരിണാമ സിദ്ധാന്തം കറക്റ്റ് ആണ്, അതനുസരിച്ചിട്ടാണ് ജീവൻ ഉണ്ടായത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് പാൻസ്പെർമിയ തിയറിയും കെമിക്കൽ ഇവല്യൂഷൻ തിയറിയും തമ്മിൽ വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ എഴുതാം. എല്ലാം ജസ്റ്റ് ഇത് വായിച്ചു നോക്കിയാലും മതി. ഈ ഒരു PDF നിങ്ങൾക്ക് ഇപ്പം തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ A+ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കിട്ടാവുന്നതാണ് കേട്ടോ. A+ ഗ്രൂപ്പ് നമ്മളെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ സെക്കൻഡ് ലിങ്ക്, അതായത് ജോയിൻ അവർ A+ ഗ്രൂപ്പ് എന്നൊരു ലിങ്ക് ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇപ്പം തന്നെ PDF കിട്ടും. അപ്പൊ ഒന്നാമത്തെ ടോപ്പിക് ഇതായിരിക്കും, ആയിരിക്കും ഒന്നാമത്തെ ടോപ്പിക്, ഇത് ചോദിച്ചിരിക്കും. ഓക്കെ, സെക്കൻഡ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം, ആ ഒരു ജീവൻ ഉണ്ടാവണമെങ്കിൽ കുറച്ചധികം നല്ല അറ്റ്മോസ്ഫിയർ വേണം, അല്ലെങ്കിൽ കുറച്ചധികം നല്ല വേണം, അന്തരീക്ഷം വേണം. എന്തൊക്കെയായിരുന്നു അവിടെ ഫേവറബിൾ ആയിട്ടുള്ള അന്തരീക്ഷം എന്നാ ചോദിക്കുന്നത്. അതായത് ഉന്നത താപനില, നല്ല ചൂട്, നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അതുപോലെ തന്നെ ഹൈഡ്രജൻ, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, സൾഫേറ്റ്, അമോണിയ, നീരാവി, ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആര് മാത്രമില്ല, ഓക്സിജൻ മാത്രമില്ല. അതുപോലെ തന്നെ കുറെ അധികം നീരാവി മേലോട്ടേക്ക് പോയിട്ട് ഘനീഭവിച്ചിട്ട് അവിടെ ഒരു ഇവാപറേഷൻ നടന്നിട്ട് കുറെ മഴ നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ ഒരു നല്ല കണ്ടീഷൻ അല്ലെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയർ എന്ന് പറയാനുള്ളത്. ഇവിടെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് മിസ്, ഇവിടെ മലയാളം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, മൂന്നാമതായിട്ട് നിങ്ങൾ ചോദിക്കുന്നത് അവിടെയുള്ള ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയായിരുന്നു നിങ്ങളോട് ചോദിക്കും. അതായത് അവിടെ ഏതൊക്കെ സോഴ്സസ് ഓഫ് എനർജി ആണ് ഉള്ളത്. അതായത് എന്തൊക്കെയുണ്ട്, സൺലൈറ്റ് ഉണ്ട്, ലൈറ്റ്നിങ് ഉണ്ട്, അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്, വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെ, സൂര്യപ്രകാശം, അതുപോലെ തന്നെ ഇടിമിന്നൽ, അൾട്രാ വയലറ്റ് കിരണങ്ങള്, അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനം. ഇനി എങ്ങനെയാണ് ഒരു ജീവൻ ഉണ്ടായത് എന്നുള്ളൊരു ചാർട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് മിസ് ഇവിടെ മാർക്ക് ചെയ്യുന്ന ഓരോരോ വേർഡ്സും ആണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദ്യം സമുദ്രത്തിൽ ലഘു ജൈവ കണികകളാണ് ഉണ്ടായത്. ആദ്യം എന്തുണ്ടായി,
സമുദ്രത്തിൽ ലഘു ജൈവ കണികകളാണ് ഉണ്ടായത്. ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. അതായത് സിമ്പിൾ ബയോമോളിക്യൂൾസ് ആണ് ഉണ്ടായത്. ഈ മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഒരു ബ്ലാങ്ക് ഇട്ടത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഷുവർ ആണ്. രണ്ടാമതായിട്ട് നിങ്ങൾ എന്താ ഓർക്കേണ്ടത്? രണ്ടാമതായിട്ട് ആ ലഘു ജൈവ കണികകൾ മാറിയിട്ട് വലിയ സങ്കീർണ ജൈവ കണികകളായി. അതായത് രണ്ടാമതായിട്ട് കോംപ്ലക്സ് ബയോമോളിക്യൂൾസ് ആണ് ഉണ്ടായത്. മൂന്നാമത് എന്താ ഓർക്കേണ്ടത്? അവിടെ ന്യൂക്ലിക് ആസിഡും അതുപോലെ തന്നെ കൊഴുപ്പാവരണവും രൂപപ്പെട്ടു. അതായത് മക്കളെ, ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ഷീത്തും രൂപപ്പെട്ടു. പിന്നെ എന്താ നിങ്ങൾ ഓർക്കേണ്ടത്? ലാസ്റ്റ് ആദിമ കോശം ഉണ്ടായി, അല്ലെങ്കിൽ പ്രിമിറ്റീവ് സെൽ ഉണ്ടായി. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാ ചോദിക്കുക. നമ്മളെ ബ്ലാങ്ക് വരുന്നത് ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലായിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിൽ നിന്ന് എക്സ്ട്രാ ചോദിക്കാം. അതായത് മക്കളെ, ഈ പ്രിമിറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ പ്രത്യേകത എന്താ? അതായത് ഇതിന് ഇരട്ടിക്കാനുള്ള കഴിവുണ്ട്. അതായത് റെപ്ലിക്കേഷൻ ഉള്ള കഴിവുണ്ട്. ഒന്നുണ്ടെങ്കിൽ രണ്ടാകും, രണ്ടുണ്ടെങ്കിൽ നാലാകും, നാലുണ്ടെങ്കിൽ എട്ടാകും. അപ്പൊ അങ്ങനെയുള്ള എന്താ റെപ്ലിക്കേഷൻ ഉള്ള കഴിവ് ഇതിനുണ്ട്. ഇതായിരിക്കും ഇവിടുന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഇനി അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ രണ്ട് ശാസ്ത്രജ്ഞരെ പറ്റിയാണ്. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഹറോൾഡ് യുറയും സ്റ്റാൻലി മില്ലറും എന്ത് കണ്ടെത്തി? ഇവർ രണ്ടാളും നമുക്ക് സ്നേഹത്തോടെ യുറേ മില്ലർ എന്നാ നമ്മൾ വിളിക്കുക. ഇവരാണ് അമിനോ ആസിഡ് കണ്ടെത്തിയത്. എന്ത് കണ്ടെത്തി? അമിനോ ആസിഡ് കണ്ടെത്തിയത് ഇവരാണ്. രണ്ടാമത്തെ ആളാണ് ഫോക്സ്, അല്ലെങ്കിൽ സിഡ്നി ഫോക്സ്. ഇവരെന്ത് കണ്ടെത്തി? നമ്മളെ പ്രോട്ടീനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് പ്രോട്ടീന് സമാനമായ തന്മാത്രനെ, പ്രോട്ടീന് സിമിലർ ആയിട്ടുള്ള മോളിക്യൂളിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ, അതായത് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അതായത് ഫോക്സ് എന്ത് കണ്ടെത്തി? പ്രോട്ടീൻ, അല്ലെ? പ്രോട്ടീൻ ആണ് ഫോക്സ് കണ്ടെത്തിയത്. ഫോക്സ് കണ്ടെത്തിയത്. അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എവിടെ പോയി? യെസ്, ജോവാൻ ആണ്. ഈ ജോവാൻ എന്ത് കണ്ടെത്തി? നിങ്ങൾ ഇത്രമാത്രം ഓർത്താൽ മതി. ജോവാൻ ആണ് നമ്മളെ അഡിനിൻ കണ്ടെത്തിയത്. അഡിനിന് എന്താ സമാനമായിട്ടുള്ള തന്മാത്ര, അതായത് അഡിനിന് സിമിലർ ആയിട്ടുള്ള മോളിക്യൂളിനെ കണ്ടെത്തിയത്. അഡിനിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോടൈഡുകളുടെ എന്താ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അഡിനിൻ. നിങ്ങൾക്ക് 10ാം ക്ലാസ് എത്തുമ്പം അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, യുറാസിൽ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള എന്താ ഒരു അഡിനിൻ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്ക്, അല്ലെ? ഈ ബ്ലോക്കിന് പറ്റിയ എന്താണ് ഇതുപോലെ നോക്കാൻ പറ്റുന്നത്, ഇതുപോലത്തെ ഒരു മോളിക്യൂളിനെ കണ്ടെത്തിയ ആളാണ് ജോവാൻ ട്ടോ. അപ്പൊ നിങ്ങൾ ഇത്രമാത്രം ഓർമ്മിക്കുക. നമുക്ക് ഇങ്ങനെ ചോദിക്കാം. അതായത് ഹറോൾഡ് യുറയും സ്റ്റാൻലി മില്ലറും എന്ത് കണ്ടെത്തി? അമിനോ ആസിഡ്. ചിലപ്പോൾ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും, ചിലപ്പോൾ അത് മാച്ച് ദി ഫോളോയിങ് ആയിരിക്കും. രണ്ടാമത് നിങ്ങൾ ഓർമ്മിക്കേണ്ട, ഫോക്സ് എന്ത് കണ്ടെത്തി? ഫോക്സ് പ്രോട്ടീൻ, അല്ലെ? പ്രോട്ടീൻ കണ്ടെത്തി. മൂന്നാമതായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ജോവാൻ എന്ത് കണ്ടെത്തി? ജോവാൻ അഡിനിനാണ് കണ്ടെത്തിയത്. ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഈ ഒരു എക്സ്പെരിമെന്റാ. ഈ ഒരു എക്സ്പെരിമെന്റ് ഇല്ലാണ്ട് ഈ ഓണം എക്സാം കടന്നു പോവില്ല. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റ് തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാകും? ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ഫില്ല് ചെയ്തിട്ട് അവിടെ എന്തൊക്കെ സാധനങ്ങളാ യൂസ് ചെയ്ത് നിങ്ങളോട് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പേരെന്താന്ന് ചോദിക്കാം. എന്താ പേര്? യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. യുറേ മില്ലർ പരീക്ഷണമാണ്. എന്തിന്റെ പരീക്ഷണ? നമ്മൾ നേരത്തെ കെമിക്കൽ ഇവല്യൂഷൻ തിയറി പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞു. രാസപരിണാമ സിദ്ധാന്തം പ്രൂവ് ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? അപ്പോ അത് ആരാ പ്രൂവ് ചെയ്തേ? യുറേയും മില്ലറും കൂടിയിട്ട് അവരുടെ ലാബില് ഇതുപോലൊരു എന്താ ഫേക്ക് സെറ്റ് ഇട്ടു. ഒരു സെറ്റൊക്കെ ഇടും, നമ്മൾ സിനിമക്കൊക്കെ സെറ്റ് ഇടൂലേ? അപ്പൊ അങ്ങനെ ഒരു സെറ്റ് ഇട്ടിട്ടാണ് ഇവരെ പരീക്ഷണം നടത്തിയത്. അപ്പൊ ശ്രദ്ധിച്ചോ, വെള്ളം തിളപ്പിക്കുന്നു. വെള്ളം ഇങ്ങനെ ഈ ട്യൂബിലൂട്ട് ചെയ്താ, ഈ ഒരു ട്യൂബ് ത്രൂ ഇങ്ങനെ വെള്ളം പോകുന്നു. എന്നിട്ട് നമ്മൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നു. ഇവിടെ ചിലപ്പം A എന്ന് നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ഇലക്ട്രോഡ് എഴുതണം. എന്തിന് ഇലക്ട്രോഡ് യൂസ് ചെയ്തു? ഇവിടെ ചിലപ്പം B എന്ന് നിങ്ങൾക്ക് തരാം. എന്തിനാ? ഒരു ഇലക്ട്രിക് സ്പാർക്ക് അല്ലെങ്കിൽ വൈദ്യുത സ്പാർക്ക് ഉണ്ടാക്കാൻ. അപ്പോ എന്തൊക്കെ ഗ്യാസസ് യൂസ് ചെയ്തു? ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഗ്യാസസ് ഏതൊക്കെയാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് C എന്ന് തരാം. അതായത് CH4, NH3, H2, H2O. CH4 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, മീഥേൻ ആണ്. NH3 എന്താണ്? അമോണിയ ആണ്. H2 എന്താണ്? നമ്മളെ ഹൈഡ്രജൻ ആണ്. H2O എന്താണ്? നമ്മളെ വാട്ടർ ആണ്. അപ്പൊ C എന്ന് തരാം. പിന്നെയോ ആ ഒരു വെള്ളത്തെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു സാധനത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് കണ്ടൻസർ. അത് വേണ്ടിക്കാൻ നിങ്ങൾക്ക് D എന്ന് തരാം. ഫില്ല് ചെയ്യാൻ D എന്ന് തരാം. അപ്പോൾ തണുപ്പുള്ള വെള്ളം എന്താണ്? ഉള്ളോട്ടേക്കും ചൂടുള്ള വെള്ളം പുറത്തോട്ടേക്കും പോയി. പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പം അവർക്ക് കുഞ്ഞു കുഞ്ഞു വെള്ളത്തുള്ളികൾ കാണാൻ തുടങ്ങി. ആ വെള്ളത്തുള്ളികളെ എടുത്തിട്ട്
എന്ത് ചെയ്തു, ആ വെള്ളത്തുള്ളികൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അമിനോ ആസിഡ്സിനെ കണ്ടെത്തി. അതായത് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പരീക്ഷണത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു പരീക്ഷണത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. അതായത് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, അതായത് ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനെ കൊണ്ടുവന്നു? ഇലക്ട്രോഡിനെ കൊണ്ടുവന്നു. അന്നുള്ള ഗ്യാസസ് ഏതൊക്കെയാണ്? CH4, NH3, H2, H2O. പിന്നെ ചോദിക്കാൻ പോകുന്നത് വെള്ളം തണുപ്പിക്കാൻ വേണ്ടി എന്തിനെ കൊണ്ടുവന്നു? കണ്ടൻസറിനെ കൊണ്ടുവന്നു. എന്താണ് ഈ പരീക്ഷണത്തിന്റെ പ്രൊഡക്റ്റ്? അമിനോ ആസിഡ്സ് ആണ് ഈ പരീക്ഷണത്തിന്റെ പ്രൊഡക്റ്റ്. ഇപ്പൊ ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ചോദിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പേരെന്താണ്? യുറേ മില്ലർ എക്സ്പെരിമെന്റ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ പഠിക്കേണ്ടത് ആദിമ കോശം അല്ലെങ്കിൽ പ്രിമിറ്റീവ് സെൽ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? പ്രിമിറ്റീവ് സെല്ലിന് എന്തായി? നമ്മളെ പ്രോകാരിയോട്സിലേക്ക് ആയി അല്ലെ? പ്രിമിറ്റീവ് സെല്ലിന് കുറെ കാലം എടുത്തിട്ട് പ്രോകാരിയോട്സിലേക്ക് മാറി. പ്രോകാരിയോട്സിന് കുറെ കാലം എടുത്തിട്ട് യൂകാരിയോട്സിലേക്ക് മാറി. അപ്പൊ പ്രോകാരിയോട്ട് എന്താണ്, യൂകാരിയോട്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം. അപ്പൊ പ്രോകാരിയോട്ട് എന്താണ്? ഇവിടെ കോശാംഗങ്ങൾ കുറവാണെങ്കിൽ അവിടെ കോശാംഗങ്ങൾ കൂടുതലായിരിക്കും. ഇവിടെ എന്താ? കോശാംഗങ്ങൾക്ക് സ്ഥരാവരണം ഇല്ലെങ്കിൽ അവിടെ കോശാംഗങ്ങൾക്ക് സ്ഥരാവരണമുണ്ട്. ഇവിടെ എന്താ? സ്ഥരാവരണമുള്ള മർമ്മമില്ലെങ്കിൽ അവിടെ സ്ഥരാവരണമുള്ള മർമ്മമുണ്ട്. അതായത് ഇവിടെ കുറച്ച് സെൽ ഓർഗനൽസ് ആണെങ്കിൽ ഇവിടെ കുറേ സെൽ ഓർഗനൽസ് ഉണ്ടാകും. ഇവിടെ ഈ സെൽ ഓർഗനൽസിന് ഇവിടെ എന്തുണ്ടാവില്ല? ഒരു മെംബ്രേനിയസ് കവറിങ് ഇല്ല. ഇവിടെ എന്താണ്? സെൽ ഓർഗനൽസിന് മെംബ്രേനിയസ് കവറിങ് ഉണ്ട്. ഇനി ഇവിടെ എന്താണ്? മെംബ്രെയിനിലെ ന്യൂക്ലിയസ് ഇല്ല. ഇവിടെ എന്തായിരിക്കും? മെംബ്രെയിനിലെ ന്യൂക്ലിയസ് ഉണ്ട്. ഇവിടെ ഒന്നും തന്നെ ഇല്ല. യൂകാരിയോട്ടിൽ എല്ലാം തന്നെ ഉണ്ട്. നമ്മൾ ഒരു യൂകാരിയോട്ട് ആണ് അല്ലെ? എന്താ യൂകാരിയോട്ട് എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ആൾക്കാരെയാണ് നമ്മള് ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ യൂകാരിയോട്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ഈ ആളെ കുറിച്ചിട്ടാ അല്ലെ? അപ്പൊ യൂകാരിയോട്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ആൾക്ക് 2 വഴിയുണ്ട്. അതായത് ഇവരെന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് അല്ലെ? യൂകാരിയോട്ടിക് കോശം എയറോബിക് ആയിട്ടുള്ള പ്രാണികളെ വിഴുങ്ങുന്നു അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? മൈറ്റോകോൺട്രിയാക്കി മാറ്റുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പില് നമ്മളെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുന്ന, അതായത് പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ പറ്റുന്ന പ്രാണികൾ എന്ത് ചെയ്യുന്നു? ഇൻസെക്ട്സിനെ വിഴുങ്ങുന്നു. എന്നിട്ട് എന്താക്കുന്നു? ഹരിതകണം അല്ലെങ്കിൽ എന്താക്കുന്നത്? ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ആക്കി മാറ്റുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പില് എന്താക്കുന്നു? എയറോബിക് ആയിട്ടുള്ള ഇൻസെക്ട്സിനെ വിഴുങ്ങിയിട്ട് മൈറ്റോകോൺട്രിയ ആക്കുന്നു അല്ലെ? രണ്ടാമത്തത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ പറ്റുന്ന പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ പറ്റുന്ന പ്രാണികൾ അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ വിഴുങ്ങിയിട്ട് എന്താക്കുന്നു? ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണമാക്കി മാറ്റുന്നു. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. ഇവിടെ മിസ് അണ്ടർലൈൻ ചെയ്ത വാക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്നാമത്തെ എയറോബിക് ബാക്ടീരിയ, രണ്ടാമത്തെ മൈറ്റോകോൺട്രിയ ആക്കി മാറ്റുന്നു, മൂന്നാമത്തെ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ഇൻസെക്ട്സ്, പിന്നെ എന്താക്കി മാറ്റുന്നു? അത് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണമാക്കി മാറ്റുന്നു. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഇവിടെ വരിക. ഉറപ്പാണ് ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻ ഈ ഒരു ചാർട്ടാണ്. നമ്മൾ നേരത്തെ ഒരു ചാർട്ട് ചോദിച്ചു, ചാർട്ട് പഠിച്ചു അല്ലെ? ഒരു 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉള്ളത്, അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇതും പഠിക്കുക. ഈ കാലയളവ് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ വിട്ടേക്ക്. കാലയളവ് എന്ത് ചെയ്യണ്ട? വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പഠിക്കണ്ട, ബട്ട് ഇത് പഠിക്കണം. ആദ്യം ഭൂമി ഉണ്ടായി അല്ലെ? ആദ്യം എന്തുണ്ടായി? ഒറിജിൻ ഓഫ് എർത്ത്. പിന്നെ എന്തുണ്ടായി? പ്രോകാരിയോട്ട്. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന മാത്രം പഠിച്ചാൽ മതി, വലിച്ചു വാരി എഴുതണ്ട നിങ്ങൾ. ഭൂമി ഉണ്ടായി, പ്രോകാരിയോട്ട് ഉണ്ടായി, യൂകാരിയോട്ട് ഉണ്ടായി. ഒറിജിൻ ഓഫ് എർത്ത്, ദെൻ എന്തായി? സിമ്പിൾ സ്ട്രക്ചറുള്ള പ്രോകാരിയോട്ട് ഉണ്ടായി, ദെൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയ യൂകാരിയോട്ട് ഉണ്ടായി. പിന്നെ എന്തുണ്ടായി? സസ്യങ്ങളും ജന്തുക്കളും കരയിൽ വന്നു, അതായത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓൺ ലാൻഡ്. പിന്നെ എന്തായി? ഡിനോസേഴ്സിന്റെ ഒരു പ്രൈം ടൈം ആയിരുന്നു. ഡിനോസേഴ്സ് ഉണ്ടായി. ഡിനോസേഴ്സ് ഉണ്ടായി. പിന്നെ ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? സസ്തനികൾ അല്ലെങ്കിൽ നമ്മൾ അടങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുന്നത്. ഈ ചാർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് അണ്ടർലൈൻ ചെയ്ത് വെച്ച വേർഡ് കണ്ടോ? അണ്ടർലൈൻ ചെയ്ത് വെച്ച വാക്യങ്ങൾ കണ്ടോ? അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു ടീച്ചറോട് നിങ്ങളെ മാർക്ക് ഓർക്കില്ല, എല്ലാവർക്കും എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് കോസ്മിക് കലണ്ടറെ കുറിച്ചാണ്. നിങ്ങൾ ബേസിക് ആയിട്ട് എന്താണ് കോസ്മിക് കലണ്ടർ എന്ന് മനസ്സിലാക്കണം. അതായത് മക്കളെ, ഇത്രയും ദിവസം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? മനുഷ്യോൽപ്പത്തി അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കുറേ ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഈ ഒരു കോസ്മിക് കലണ്ടറിലെ
ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാല് 438 വർഷങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കോസ്മിക് കലണ്ടർ ടെക്സ്റ്റിലുണ്ട്, ഒന്ന് നോക്കി പഠിച്ചാൽ മതി. അതായത് ജനുവരിയിൽ എന്തുണ്ടായി, ഒറിജിൻ ഓഫ് എർത്ത് അല്ലേ, ജനുവരിയിൽ പുലർച്ചെ രാവിലെയാണ് ഒറിജിൻ ഓഫ് എർത്ത് അല്ലെങ്കിൽ എർത്ത് ഉണ്ടായത്. പിന്നെ അവിടെ ഏതൊക്കെ മാസം എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. ബേസിക് ആയിട്ട് കോസ്മിക് കലണ്ടർ എന്താണെന്ന് അറിയണം. ഒരു സെക്കൻഡ് തോന്നുന്ന 438 വർഷങ്ങൾക്ക് തുല്യമാണ് ഈ ഒരു കോസ്മിക് കലണ്ടറിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്നും മിസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മിസ് എന്ത് ചെയ്യാം, ഇതിനൊരു പ്രൂഫായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിസ് കാണിച്ചു തരാം. മിസ് ഇപ്പൊ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അത് നമ്മൾ പ്രവചിക്കുന്നതല്ലല്ലോ, എന്താണ് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ മിസ് അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം, കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സെറ്റ് ആയെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ മിസ് പാർട്ട് 1 എടുത്തു, പാർട്ട് 2 എടുത്തു. ഇതിപ്പം എന്താണ് ചാപ്റ്റർ ഇത്രയും മിനിറ്റ്സ് കൊണ്ട് മിസ് വേഗം തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. സെറ്റ് ആണെങ്കിൽ എന്റെ മക്കൾ ഇത്രമാത്രം ചെയ്താൽ മതിയും. കമന്റ് ബോക്സിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്താൽ മതി. യെസ് മക്കളെ, അപ്പൊ നമ്മള് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. യെസ്, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. വെറും 2,999 ആണ് ഇപ്പം നിങ്ങൾക്ക് 8th ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് കിട്ടുന്നുണ്ടാവുക. ഓണം എക്സാമിന് സ്പെഷ്യൽ ബാച്ച് ആണ്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, യെസ്, റെക്കോർഡഡ് ക്ലാസ്, ലൈവ്, സൂം, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും കിട്ടും കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫേസ്റ്റ് ലിങ്ക് നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മളെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ. ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, നിങ്ങളെ മീഡിയം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങളെ കണക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ബാച്ചിന്റെ മറന്നു പോകണ്ട. നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, PYQ നോട്ട്സ്, ദെൻ പ്രഡിക്ഷൻ വീഡിയോസ്, എക്സാം ഓറിയന്റഡ് നോട്ട്സ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, ഇപ്പൊ ഓപ്പൺ ചെയ്ത പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇപ്പൊ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിന്റെ സെക്കൻഡ് ലിങ്ക് 4 നോട്ട്സ് അല്ലെങ്കിൽ 4 A+ ഗ്രൂപ്പ് അല്ലെങ്കിൽ 4 കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് കാണുന്നുണ്ടാകും. ഒന്ന് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ജോയിൻ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി, ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആയി എന്നുണ്ടെങ്കിൽ യെസ് സെറ്റ് എന്നെന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.